തന്ത്രിയുടെ തന്ത്രം പാളി. ദൈവത്തിന്റെ ഇടനിലക്കാരന് കുരുക്ക് മുറുകി. അയ്യപ്പൻ KGF-ലെ റോക്കി ബായി അല്ലെന്ന് രാഹുൽ ഈശ്വർ. ശബരിമല സ്വർണക്കൊള്ളയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ പുരോഗതികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മികച്ച സ്വർണക്കൊള്ള തട്ടിപ്പ് വിദഗ്ധന്റെ വലയിൽ വീണവരിൽ സമൂഹത്തിലെ പ്രഗത്ഭരും ഉൾപ്പെടുന്നു. അവസാനം ദൈവത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്ത വാർത്തയാണ് അവസാനമായി നമ്മൾ കണ്ടത്. തുടക്കം മുതൽ തന്നെ തന്ത്രി സ്വർണക്കൊള്ള നടത്തുന്നതിന് തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടെന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. തന്ത്രി അറിയാതെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടു പോകില്ല എന്നതും കുരുക്കായി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദം ദുർബലമായിരുന്നു. 2019 മെയ് 18 സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു. അന്നത്തെ മഹസറിൽ ഒപ്പിട്ടത് കണ്ഠരര് രാജീവര് ആയിരുന്നു. അങ്ങനെ കൊണ്ടുപോയ സ്വർണപ്പാളിയെ ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നതും. പോറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു പോക്കോടെ 474.9 ഗ്രാം സ്വർണവും അദൃശ്യമായി. വ്യക്തമായ തെളിവുകളോടെയാണ് അന്വേഷണ സംഘം തന്ത്രിയെ വലയിലാക്കിയത്. സ്വർണപ്പാളി മുക്കാൻ നേതൃത്വം നൽകിയ കുതന്ത്രശാലിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊക്കിയതോടെ ഓരോ മാന്യന്മാരും ഒന്നിനു പുറകെ ഒന്നായി കാനനയാത്രയ്ക്ക് പകരം കാരാഗ്രഹ യാത്രയിലേക്കാണ്. പോറ്റിയെ വിശ്വസിക്കുകയും അയ്യപ്പനെ ചതിക്കുകയും ചെയ്തതോടെ ജയിൽ യാത്ര ഉറപ്പായി. പണം വന്നുകൊണ്ടിരുന്നപ്പോൾ അയ്യപ്പന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാധിച്ചതാണ് വിനയായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, D സുധീർ കുമാർ, M പത്മകുമാർ, KS ബൈജു, S ശ്രീകുമാർ, RPN ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, N വാസു, N വിജയകുമാർ, അവസാനം കണ്ഠരര് രാജീവര്. ഭക്തജനങ്ങളെ കബളിപ്പിച്ച് പണത്തോട് ആർത്തിമൂത്ത് അയ്യപ്പന്റെ മുതല് കട്ട് ജയിലിലായവരാണ് ഇവരെല്ലാം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന പഴഞ്ചൊല്ലുകളൊന്നും ഓർത്തില്ല. കാരണം കുമിഞ്ഞുകൂടുന്ന പണത്തിന് അത്രയും ശക്തിയുണ്ടായിരുന്നു. തന്ത്രിക്ക് ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും കുരുക്ക് മുറുകുകയാണ്. ദ്വാരപാലക കേസിലും തന്ത്രിയെ പ്രതി ചേർത്തു. അതിൽ UB ഗ്രൂപ്പ് സ്വർണം പൂശിയതിലും സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടതും ദേവസ്വം നിയമങ്ങൾ ലംഘിച്ചതുമടക്കം കുരുക്കുകൾ മുറുകിക്കൊണ്ടേയിരിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ വലയിൽ വീണത് 11 സ്വർണക്കള്ളന്മാരാണ്. ഇനിയും അറസ്റ്റ് തുടരാനാണ് സാധ്യത. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അടിച്ചു മാറ്റിയതിൽ പ്രതിയായിരിക്കുകയാണ് രാജീവര്. ഹൈക്കോടതിയാണ് പ്രതിയാക്കാൻ SITക്ക് അനുമതി നൽകിയത്. കട്ടിളപ്പാളിയിലെ കേസിലും തന്ത്രി പ്രതിയാണ്. ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർന്നതിലും പ്രതിയായി. അന്വേഷണത്തിനായി ജയിലിലെത്തി അറസ്റ്റ് ചെയ്യാമെന്നും കോടതി അറിയിച്ചു. ദേവസ്വത്തിലെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അതേ റാങ്കിലുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ട വ്യക്തിയാണ് തന്ത്രി. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ചുമതലയും കടമയും തന്ത്രിക്കുമുണ്ട്. എന്നാൽ പണത്തോടുള്ള ആർത്തി കൊണ്ടാണോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്ത്രത്തിൽ വീണുപോയതാണോ തന്ത്രിക്ക് വിനയായതെന്ന ചോദ്യം ഉത്തരമില്ലാതെ അലയുന്നു. തന്റെ ഉത്തരവാദിത്വം മറന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ മൗനാനുവാദം നൽകിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. അയാളുടെ മകൻ SP ആയതുകൊണ്ടാണ് ആശുപത്രിയിൽ പോയതെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ തുറന്നടിച്ചു. ഈ സംസ്ഥാനത്ത് എന്ത് അസംബന്ധങ്ങളാണ് നടക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടിയോട് യോജിക്കുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ പ്രതി ചേർക്കപ്പെട്ട ശങ്കരദാസ് ആശുപത്രിയിൽ ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. ICUവിൽ കിടക്കുന്ന ദൃശ്യമടക്കം കാട്ടിയാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഏത് വിഷയത്തെ എടുത്താലും തന്റെ കണ്ണുകൊണ്ട് അതിനൊരു വിശദീകരണം നൽകാൻ ശ്രമിക്കുകയും മിക്ക വിഷയങ്ങളിലും മണ്ടത്തരങ്ങൾ വരാറുണ്ടെങ്കിലും പിന്മാറാൻ തയ്യാറല്ലാത്ത വ്യക്തിയാണ് രാഹുൽ ഈശ്വർ.
കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ തുടങ്ങിയ പരാമർശങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തന്ത്രി ദേവന്റെ അനുമതി വാങ്ങിയില്ല. അയ്യപ്പനാണോ SITക്ക് മൊഴി നൽകിയതെന്നാണ് രാഹുലിന്റെ പരിഹാസം. സർക്കാരിനും CPM-നും എതിരെ വിരൽ ചൂണ്ടുമെന്നായപ്പോൾ ശ്രദ്ധ തിരിക്കാനാണ് ഈ അറസ്റ്റ് വിദ്യ എന്നാണ് രാഹുൽ ഈശ്വർ ഗണിച്ചു കണ്ടെത്തിയത്. ദേവന്റെ അച്ഛനായാണ് തന്ത്രിയെ കാണുന്നതെന്നും രാഹുൽ പറയുന്നു. അയ്യപ്പനെ തൊട്ടാൽ വെറുതെ വിടില്ല എന്ന് പറയേണ്ട, അയ്യപ്പൻ KGF-ലെ റോക്കി ബായി ഒന്നുമല്ലെന്നും രാഹുൽ പറയുന്നുണ്ട്. അയ്യപ്പൻ ശാന്തമൂർത്തിയാണെന്നും രാഹുൽ പറഞ്ഞു നിർത്തുമ്പോൾ ശബരിമല സ്വർണക്കൊള്ളയെ നല്ല പ്രവൃത്തിയായി കാണുവാൻ ആരും തയ്യാറാകില്ല. ഈ കള്ളന്മാർ വളരെ ശാന്തമായി വർഷങ്ങളായി കൊള്ള നടത്തുന്നു എന്ന സത്യം തെളിഞ്ഞു കഴിഞ്ഞു രാഹുൽ ഈശ്വർ. ഇനി നിയമ നടപടികളാണ് മുമ്പിലുള്ളത്. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.